ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നത്തിങ് ബട്ട് സംതിങ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വലിയൊരു പാചകമൊന്നുമല്ല, പക്ഷേ ഒരു നാടിൻ്റെ ഓർമ്മകളെ ഉണർത്തുന്നൊരു സാധനമാണ്. ഇത് എത്ര പേർക്ക് നാടിൻ്റെ ഓർമ്മകളെ ഉണർത്തുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതെൻ്റെ ഓർമ്മകളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നാട്ടിൽ ഞങ്ങൾ ഇപ്രാവശ്യമാണ് ഞാൻ കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്തത്, ടു ബി ഫ്രാങ്ക്. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഫെബ് ആ ഒരു ടൈമായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ചൂടിനെയൊക്കെ ഒന്ന് വിട്ട് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത രണ്ട് സാധനങ്ങളാണ്. അതിലൊന്ന് നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ കരിമ്പിൻ ജ്യൂസ്. നല്ല സൂപ്പർ കരിമ്പ് അന്നേരം അത് സ്ക്വീസ് ചെയ്ത് നമുക്ക് തരുന്ന ആ കരിമ്പിൻ ജ്യൂസ് ഉണ്ടല്ലോ, എൻ്റെ മോനെ, അത് ആ ചൂടിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു റിലീഫ് എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല. അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളൊരു വേറൊരു ഐറ്റമാണ് ഈ നന്നാരി സർബത്ത് എന്ന് പറയുന്നത്. ഈ നന്നാരി സർബത്ത് കരിമ്പിൻ ജ്യൂസിനോടൊപ്പം തന്നെ നിൽക്കുന്നൊരു ഐറ്റമാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ ബ്രദറിൻലോ എനിക്ക് ഒരു ബോട്ടിൽ, അവസാനം പെട്ടിക്കാത്ത സ്ഥലമില്ല എങ്കിലും പുള്ളി പോയി എനിക്കൊരു ബോട്ടിൽ ഇത് വെച്ചിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചാൽ മതി എന്നുള്ള രീതിയിൽ വാങ്ങിച്ചുകൊണ്ട് വന്നൊരു ഐറ്റമാണ്. ഇത് ഇത്രയായി, ഞാൻ ഫെബ്രുവരിയിൽ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇതൊരു 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 250 ഒക്കെ കാണും. ബാക്കി വളരെ വിഷമത്തോടു കൂടിയാണ് 250 ഞാൻ ഓരോ പ്രാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഭയങ്കര എന്താ പറയുക, ഓർമ്മകളെ ഉണർത്തുന്നൊരു സംഭവമാണ് എനിക്കിത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മെയിനായിട്ട് വേണ്ടത് നന്നാരി സർബത്താണ്. നന്നാരി സ്ക്വാഷ് അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ സാധാ കടകളിലൊക്കെ കിട്ടും ഇത്. പിന്നെ ഞാൻ ഇച്ചിരി ചിയാ സീഡ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നല്ല സോഡയാണ്, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം ഞാൻ ഈ ചിയാ സീഡ്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള നന്നാരി സർബത്ത്. ഇതിന് മധുരം വേറെ ഒന്നും വേണ്ട, ഈ നന്നാരി സർബത്തിന് തന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ ഇതൊരു 2 ടീസ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഈ ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത്. ലെമൺ ജ്യൂസ് നമുക്കൊരു 1 ടീസ്പൂൺ അല്ല, ഒരു 2 ടീസ്പൂൺ ഒഴിക്കാം. ഇത് ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മെയിൻ ഐറ്റം നല്ല തണുപ്പിച്ച്, ഇതെല്ലാം തണുപ്പിച്ചതാട്ടോ, നല്ല തണുപ്പിച്ച സോഡ. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി ഇതങ്ങോട്ട് ആഡ് ചെയ്യുക. ഇതാ ചെറിയ കടകളില്ലേ, നമ്മുടെ നാട്ടിൻപുറത്തെ ആ ചെറിയ കടകളിൽ നമ്മൾ അച്ഛൻ്റെ അടുത്ത് നമുക്ക് കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ പോയാലോ അല്ലെങ്കിൽ സർബത്ത് കുടിക്കാൻ പോയാലോ എന്ന് പറയുമ്പോൾ അച്ഛൻ പിന്നെ മുന്നും പിന്നും ആലോചിക്കത്തില്ല, അപ്പോഴേ വണ്ടി എടുക്കുക പോവുക, ഏതെങ്കിലും ഇതുപോലത്തെ ചെറിയ കടകളിൽ കയറുക, നന്നാറി സർബത്ത് വാങ്ങിക്കുക അല്ലെങ്കിൽ കരിമ്പിൻ ജ്യൂസ് വാങ്ങിക്കുക. എന്നിട്ട് ആ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നുകൊണ്ട് ഇത് കുടിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ നാട്ടിലെ എല്ലാ ഓർമ്മകൾക്കും, ഈ ഓർമ്മകളെ എന്നും ഒരുപാട് സൂക്ഷിച്ച് വെക്കുന്ന എല്ലാവർക്കും, പിന്നെ എൻ്റെ അച്ഛനും വേണ്ടിയിട്ട് ഞാനിത് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ചിയേഴ്സ്. എൻ്റെ സാറേ, സൂപ്പർ ഐറ്റം, നല്ല ടേസ്റ്റ് ഉണ്ട്. ആരെങ്കിലും നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഈ സർബത്ത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ കോൺസെൻട്രേറ്റഡ് ഫോം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇതുണ്ടാക്കി കുടിക്കണം. ഇതിനകത്ത് ഈ പച്ചമുളക് കണ്ടിച്ചിട്ടാലും നല്ല ടേസ്റ്റാട്ടോ. എന്തായാലും ലെറ്റ് മീ എൻജോയ് ദിസ്. ഹോപ്പ് യു ഓൾ ഗോണ ഹാവ് എ ലവ്ലി ഡേ. See you later. Bye bye.